പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 21:18 ധ്യാനിക്കണം അല്ലേ? നീ മച്ചുവറാകുമ്പോഴേ ദൈവത്തിന് എപ്പോഴും ഒരു നിർബന്ധമുണ്ട്. നമ്മളെപ്പോഴും ഇങ്ങനെ കഞ്ഞിപ്പരുവത്തിൽ ജീവിക്കരുത്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പക്വത പ്രാപിക്കണമെന്ന്. ഈ പക്വത വരുമ്പോഴാണ് മറ്റൊരുവനെ നമ്മളെ ട്രെയിനറെ കൊണ്ടുവരുന്നത്. ട്രെയിനറെ കൊണ്ടുവരും. ഈ ട്രെയിനർ ചില സമയത്ത് ദൈവമാകാം. യാക്കോബിന് ദൈവമായിരുന്നു, പക്ഷേ യേശുവിന് പിശാചായിരുന്നു. അതാണ് വിഷയം. ഈ മറ്റൊരുവൻ്റെ പ്രശ്നം അതാണ്. യാക്കോബിന് അത് ദൈവമായിരുന്നു, മൽപ്പിടുത്തത്തിന് വന്നിട്ട് അവസാനം അനുഗ്രഹിച്ചു പോയി. യേശുവിനത് പിശാചായിരുന്നു. ഈ 3 പേരും ഇനി മനുഷ്യനും വരും. മറ്റൊരുവനായിട്ട് മനുഷ്യനും വരും. ഇപ്പം ഭാര്യ ഭർത്താവ് അല്ലേ, മക്കൾ മരുമക്കൾ അയൽവാസികളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നമ്മളെ സമ്മർദ്ദത്തിലാക്കുന്ന, നമ്മുടെ അരമുറുക്കുന്ന എല്ലാ മനുഷ്യരും വന്ന് അരമുറുക്കിയെന്ന് വരും. ഇപ്പോൾ നമുക്കൊരു വഴിയുണ്ട്. ആ വഴി കുറച്ച് കഴിയുമ്പോൾ വെള്ളം കയറി കിടക്കുകയാണെന്ന് വിചാരിച്ചോ. വെള്ളം കയറി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾക്കിനി അടുത്ത വീട്ടിൽ കൂടിയേ ഇപ്പോൾ മഴക്കാലമല്ലേ, നമ്മൾ പോകുന്ന വഴി വെള്ളമാണ്. നമുക്കിനി അടുത്ത വീട്ടിൽ കൂടിയേ പോകാൻ പറ്റത്തുള്ളൂ. അവരോട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈ വെള്ളം കിടക്കണം കാരണം നമ്മൾ അവിടുത്തെ വീട്ടിൽ പോയപ്പോൾ നടന്നു പോയപ്പോൾ കുഴപ്പമില്ല. സൈക്ലിംഗ് കൊണ്ട് വന്നപ്പോൾ അത് വേണ്ട കേട്ടാ, നിങ്ങളുള്ള വഴി കൂടി പോയാൽ മതി. ഇത് സ്ഥിരം നടന്നൊരു വഴിയൊന്നും ആക്കണ്ടെന്ന് പറയുമ്പോൾ നമ്മളെന്ത് ചെയ്യും? സൈക്കിൾ എടുത്ത് അപ്പുറത്ത് വെച്ചിട്ട് പട്ടാങ്ങിയായിട്ട് നടന്ന് ഇവിടെ വഴിക്കേ കൂടി പോകും. അപ്പോൾ നമ്മൾ കർത്താവേ മഴ വന്നിരിക്കണം മറ്റൊരുവനായിട്ട്. അവിടെ വന്നിരിക്കണ മറ്റൊരുവനാരാണ്? മഴയും അയൽവാസിയുമാണ്. ഇപ്പോൾ നമുക്ക് എന്നാ പറ്റിക്കണത്? സൈക്കിൾ പുറത്ത് വെച്ചിട്ട് അതുപോലെ സാധനം ചുമന്നുകൊണ്ട് ഇവിടെ ബാക്കി കൂടി പോവുകയാണ്. അപ്പോൾ മറ്റൊരു വരികയും നിൻ്റെ അരമുറുക്കുകയും നിന്നെ ഇഷ്ടമില്ലാത്തടത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ മറ്റൊരുവനെ ആരും ആകാം, മനുഷ്യനുമാകാം, മഴയുമാകാം. ഇങ്ങനെയുണ്ട സാഹചര്യ സമ്മർദ്ദം കൊണ്ട് നമ്മുടെ ഇഷ്ടം നിറവേറ്റാൻ വരുമ്പോൾ പെയ്തും പെരയ്ക്കും തന്തയ്ക്ക് വിളിച്ചും ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടുത്തി കൊടുത്താതെ ആ ഒരു അവസ്ഥയിൽ എങ്ങനെ കുരിശിനെ കൃപയാക്കാം, എങ്ങനെ അത് ദൈവഹിതമാണെങ്കിൽ അത് നടക്കട്ടെ, നമ്മൾ നടന്നു പോകും. കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങളൊരു നഗരത്തെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് പോവുക, അല്ലാതെ പട്ടാളക്കാരെ കൊണ്ടുവന്നിട്ടും ഗുണ്ടായുസം കാണിച്ചും കൊട്ടേഷൻ കൊടുത്തും അവരോട് ഇടി വെക്കാനല്ല പറഞ്ഞത്. ഇടിയൊക്കെ ഒന്നും വെക്കേണ്ട കാര്യമില്ല, നിങ്ങൾ വേറെ വഴിക്ക് പോവുക. വളരെ മനോഹരമാണ്. കാര്യം മറ്റൊരുവൻ വില്ലനായിട്ട് വരുമ്പോൾ നമ്മൾ വില്ലനുമായിട്ട് ഇടിവെക്കാനല്ല ഈശോ പറയണത്. നീ ശാന്തമായിട്ട് ദൈവത്തിൻ്റെ പൈതലാണെന്ന ബോധ്യത്തിലൂടെ ഇതാണ് ദൈവഹിതം, എന്നെ എളിമപ്പെടുത്താൻ വേണ്ടി ദൈവം ചെയ്ത സമ്മർദ്ദമാണെന്ന് വെച്ച് നന്ദി പറഞ്ഞുകൊണ്ട്, അയൽവാസിക്കും നന്ദി പറഞ്ഞ്, മഴയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവപൈതലായിട്ട് മറ്റൊരുവൻ്റെ മേൽ നമ്മൾ ദൈവരാജ്യ ആധിപത്യം സ്ഥാപിക്കും, നമ്മൾ അധികാരം പ്രാപിക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ. ആരാധന 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കൃപയുടെ നിറവിൽ നിൽക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ സന്തോഷമായിരിക്കണം. ദയവായിട്ട് മക്കളില്ലാത്തവർ അടിവയറ്റിൽ കൈവെക്കുക. അമ്മ മാതാവിൻ്റെ അൾത്താരേക്ക് വീണ്ടും ശുശ്രൂഷ വന്നത് എന്ത് അനുഗ്രഹമെന്നറിയാവോ? അമ്മ പ്രത്യേക പ്രത്യക്ഷത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കണം, ആശ്വസിപ്പിക്കുന്ന, ശക്തിപ്പെടുന്ന സമയമാണ്. 10-22 വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവർ ഒറ്റ പ്രാർത്ഥന ഉടമ്പടി കൊണ്ട് 3 മക്കളെ പ്രസവിച്ച അൾത്താരയാണിത്. അവിടെ നിന്നാണ് ഈ ശുശ്രൂഷ വരണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മക്കളില്ലാത്തവർ സന്തോഷത്തോടെ അടിവെറ്റ് കൈവെക്കുക. അച്ഛൻ പ്രാർത്ഥിക്കാൻ പോയി നിങ്ങൾ മക്കൾക്ക് വേണ്ടി. ഇനി നിങ്ങളുടെ പണി, ഇപ്പം നിങ്ങളുടെ ചേടത്തിക്കാൻ മക്കളില്ലാത്തെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ മരുമക്കൾക്ക് മക്കളില്ല, ഇപ്പം നിങ്ങളാണ് ആരാധന കൂടുന്നത്. എൻ്റെ മക്കൾ അവരുടെ പേരിൽ ഈശോയുടെ നാമത്തിൽ നിങ്ങളുടെ വയറ്റ് കൈവച്ചാൽ മതി. ഇത് വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കണം. നീതിമാൻ 10:36
ഹെബ്രായ ലേഖനം വിശ്വാസം മൂലം ജീവിക്കും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അടിപറ്റി കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും അങ്ങയുടെ വിശുദ്ധമായ വലതുകരം വെക്കണമേ. കർത്താവേ, ഒരു കുഞ്ഞിനെ ലഭിക്കാതെ സങ്കടപ്പെട്ട് ജീവിക്കുന്നവരെ അടിപ്പട പോലെ വൈദ്യാഘാതം പോലെ ദൈവത്തിന്റെ ശക്തി ഒഴുകട്ടെ. ഈശോയുടെ നാമത്തിലെ കുഞ്ഞുങ്ങളെ ലഭിക്കട്ടെ. ശ്രുതികട്ടെ. അനുഗ്രഹത്തിൻ അധിപതിയേ, അനുഗ്രഹ പെരുമതിയേ, അനുഗ്രഹത്തിൻ അധിപതിയേ, അനുഗ്രഹ പെരുമതിയേ, അനുദിനത്തിൻ പദം ഗതിയേ, അടിയേനു നിൻ കൃപമതിയേ, അനുദിനത്തിൻ പദം ഗതിയേ, അടിയേനു നിൻ കൃപമതിയേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഭവനരഹിതർക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വീടില്ലാത്തൊരു വഴിയില്ലാത്തൊരു പാട്ടത്തിന് ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവരെ, അഭയാർത്ഥികളായിട്ട് കഴിയുന്നവരെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സംസാരിച്ചിരുന്നു. ഇപ്പോഴേ നമുക്കറിയാം, ഒരു വലിയൊരു ആവശ്യമാണ് നമുക്ക്. മഴയും മഴക്കാറ്റൊക്കെ വരുന്ന കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ താമസിക്കേണ്ടി മാത്രം ഞെരുക്കം അനുഭവിക്കുന്നുണ്ടെന്ന് അറിയാമോ? 3 ചേട്ടാനുജന്മാരൊക്കെ കല്യാണം കഴിച്ച് അവിടെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് 5ഉം 10ഉം വകങ്ങളൊക്കെ ചെറിയ വീട്ടിലൊക്കെ താമസിക്കുന്നത് സങ്കടകരമായ ഒരു അവസ്ഥയാണ്. അമ്മ മാതാവ് വിചാരിച്ച ഈ വിഷയത്തിനെല്ലാം സമാധാനം ഉണ്ടാക്കുമെന്ന് നമ്മൾ ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ യൂട്യൂബിൽ നമുക്കുണ്ട്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഭവനരഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, മാറി താമസിക്കാൻ ഇടമില്ലാത്തവരെ, സ്ഥലമില്ലാത്തവരെ, പകുടമ്പടി നടക്കാത്തവരെ, കർത്താവേ, ഈ ആരാധനയിൽ ഭവനരഹിതരെ കർത്താവേ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഭവനില്ലാത്ത വിഷയത്തിൽ ഉടമ്പടി ചെയ്തവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, നാമത്തിലെ അമ്മയുടെ മധ്യസ്ഥത്തിലെ അവർക്ക് ഭവനം ലഭിക്കട്ടെ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അന്യ രാജ്യങ്ങളിലെ അകപ്പെട്ട് നിൽക്കുന്നവരെ, അവർക്ക് ജോലി ഇതുവരെ ആകാത്ത കുറേ മനുഷ്യർ ഇവിടുന്ന് കുറേ കടവും വിലയൊക്കെ വാങ്ങിച്ച് പോയിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ജോലി ആയിട്ടില്ല. അവർക്ക് അവരുടെ ഹോസ്റ്റലിൽ തന്നെ താമസിക്കുന്നവരുണ്ട്, അവരുടെ വാടക വീട്ടിൽ തന്നെ താമസിക്കുന്നവരുണ്ട്. അവർക്ക് ചിലവിന് പോലും അടുത്തുള്ള ബന്ധുക്കളാണ് എത്തിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ആകപ്പാടെ ശ്വാസം മുട്ടി താമസിക്കുന്ന അന്യരാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തുള്ളവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവരെ ഉള്ളവർക്ക് ഈ ആഴ്ചയിൽ തന്നെ അമ്മയുടെ മധ്യസ്ഥത്തിൽ അവർക്ക് ജീവിക്കാൻ ഒരു മാർഗവും ജോലിയും ലഭിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, അന്യരാജ്യങ്ങളിലും വിദൂര സ്ഥലങ്ങളിലും ജോലിയില്ലാതെ, വേലയില്ലാതെ, കൂലിയില്ലാതെ, സമ്പത്തില്ലാതെ മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ട് കണ്ണീരോടെ ജീവിക്കുന്നവരുടെ കർത്താവിന്റെ കാരുണ്യം ചൊരിയട്ടെ. യേശുവിന്റെ നാമത്തിലെ ജോലി ലഭിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, കേസ്, വഴക്ക്, പിന്നെ പരാതികൾ, കുരുങ്ങിക്കിടക്കുന്നവരെ, പലതരത്തിലുള്ള ഇപ്പം നമ്മൾ ആരാധന നടത്തുന്ന സമയത്ത് 6, 8, 9 എന്ന് 3 ഡേറ്റ് കർത്താവ് കാണിച്ചു. ഞാനപ്പോൾ മറന്നുപോയി. അടുത്ത പ്രാർത്ഥനയ്ക്ക് വചനം കിട്ടിയ കാരണം അങ്ങനെ ഞാൻ അതിൻ്റെ പുറകെ പോയി. പക്ഷേ 6, 8, 9 അങ്ങനെയൊക്കെയുള്ള ഡേറ്റുകൾ, എന്തോ പ്രാധാന്യമുള്ള ഡേറ്റുകളുണ്ട്. എൻ്റെ മക്കളൊരു പണി ചെയ്യണം. ഇപ്പോഴേ എന്തെങ്കിലും ഡേറ്റുകൾ നിങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങളത് ഓർക്കണം. പരീക്ഷ ഡേറ്റ് ആകാം, ഇൻ്റർവ്യൂ ഡേറ്റ് ആകാം, നാട്ടിലേക്ക് വരുന്ന ഡേറ്റ് ആകാം, നാട്ടിൽ നിന്ന് പോകുന്ന ഡേറ്റ് ആകാം, വാട്ടവർ. ചിലപ്പോൾ അത് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് ആകാം, അല്ലെങ്കിൽ അത് പരീക്ഷ ഡേറ്റ് ആകാം. എന്ത് ഡേറ്റ് ആയാലും മക്കൾ ഓർക്കുക. സ്ഥല ഉടമകളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഡേറ്റ് ആകാം. ഡേറ്റുകളെല്ലാം ഇപ്പോൾ ഓർത്തിട്ട് പരിശുദ്ധ അമ്മയുടെ തിരുസന്നിധിയിൽ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് സമർപ്പിക്കേണ്ട സമയമാണ്. ഡേറ്റുകൾ ഓർക്കുക. ഇൻ്റർവ്യൂ ഡേറ്റ്, കേസിൻ്റെ ഡേറ്റ്, അങ്ങനെയുള്ള എന്ത് ഡേറ്റ് ആയാലും
വിസ ഡേറ്റ് എല്ലാം ഓർക്കുക. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഞാനിപ്പോൾ ഓർത്തിട്ടുള്ള എല്ലാ തീയതികളും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, എന്നെ ആശീർവദിക്കണമേ. എല്ലാ തീയതികളുടെ മേലും യേശുവിന്റെ ശക്തി പ്രവർത്തിക്കട്ടെ. കർത്താവേ, ഈ ശക്തിയെ എന്നെ സാക്ഷിയാക്കി മാറ്റട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാപന ആശീർവാദത്തിൻ്റെ സമയമാണ്. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അച്ഛൻ്റെ പ്രാർത്ഥനയിൽ പരാമർശിക്കപ്പെടാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യമാകാം, വിവാഹ കാര്യമാകാം, എന്ത് കാര്യമായാലും എന്തെങ്കിലും അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടമ്പടി ചെയ്തിട്ടുള്ള വിഷയങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ പിൽഗ്രിം കവനൻ്റ് തീർത്ഥാടന ഉടമ്പടി ചെയ്തവരും ഓൺലൈൻ ഉടമ്പടി ചെയ്തവരും അവിടെ വിഷയങ്ങൾ ഇപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുക. മൗനമായി പ്രാർത്ഥിക്കുക. ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ്. രോഗികൾ, ഇവിടെ പറയപ്പെടാത്ത രോഗികൾ ആ ശരീര ആശീർവാദ സമയത്ത് ആ രോഗം അനുഭവിക്കുന്ന ശരീരത്തിൽ കൈവച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലേണ്ടതാണ്. സമാപന ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ്. മൗനമായി പ്രാർത്ഥിക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ, ആവേ, ആവേ മരിയ. ആവേ, ആവേ, ആവേ മരിയ. ആവേ, ആവേ, ആവേ മരിയ. ആവേ, ആവേ, ആവേ മരിയ. கிருபாசன மாதாவுக்கும் இறையேசுவுக்கும் கோடான கோடி நன்றி. என்னுடைய பெயர் ஜெயசீலன். இதனுடைய மனைவி ஜோசபின் கிறிஸ்டி, மகள் ஜனனி, மகன் ஜெசிலின் ஜோ. நான் வர்றது பாலக்காடு மாவட்டம், சுல்தான்பேட்டை மறை மாவட்டம், கொளமடச்சல்லை பகுதியிலிருந்து வர்றேன். நான் உடன்படிக்கை எடுக்க வந்த காரணம், உடன்படிக்கை எடுத்த தேதி 13/12/2022. உடன்படி எடுக்க வேண்டிய காரணம், ஒரு இடம் வாங்குறதுக்கு போயிருந்தேன். அன்றைக்கி இடம் வாங்குற அன்றைக்கி வெறும் 4000 ரூபா பணம் கையில் இருந்துச்சு. இடம் வாங்கின தொகை 55 லட்சம். இந்த 55 லட்சமும் எக்ரிமெண்ட் போட்டதுக்கப்புறம் எப்படியும் எழுதி எடுக்கணும் அப்படிங்கிறதுல எக்ரிமெண்ட்லேயே விற்கலாம்ங்கிற நிலைமையில் வாங்கி அதை விற்க முடியாமல் போச்சு. கடனை வாங்கி 55 லட்சம் கடன் இருந்துச்சு. அந்த கடன் திரும்ப திரும்ப கூடிகிட்டே போச்சு. என்ன பண்ணுறதுங்கிற ஒரு வழி இல்லாத நிலையில் இருக்கிற போது ஒரு சாவு வீட்டில் வச்சு ஒருத்தர் கல்ற தோட்டத்தில் வச்சு சொன்னார், இப்படி கிருபாசனம் போனீங்கன்னா இப்படி காலையில் மாலையில் ஜெபம் பண்ணுறது, மெழுகுதிரி பற்றி வச்சு உடன்படிக்கை எடுக்கிறது, இந்த காரியங்களையெல்லாம் கொஞ்சம் சொன்னார். ஏற்கனவே 1-2 பேர் பேப்பர் கொடுத்து இது சொன்னதை நான் கண்டுக்காமையே நடந்துகிட்டு இருந்தேன். இருந்தாலும் அந்த இவர் சொன்னதுக்கப்புறம் யூடியூப்பில் பார்க்க போது நிறைய சாட்சியங்களை பார்க்க நேர்ந்தது. அந்த சாட்சியங்களை பார்க்குற போது இப்படியெல்லாம் நடக்குமா அப்படின்னு எனக்கு என்னோடய மனசுக்குள்ள ஒரு இது வந்துச்சு. சரி போய் தான் பார்க்கலாம் அப்படிங்கிற இதில் ஒரு இந்த டேட்டில் உடன்படி இங்கே கோயிலுக்கு உடன்படிக்கை எடுத்தோம். உடன்படிக்கை எடுத்து ஒரு வாரம் போனோம். மறுபடி 2 முறை வர்றபோது இங்கே சும்மாவை தான் போனோம், ப்ரேயர் பண்ணிட்டு போனோம். ஒரு தடவை வர்றபோது இப்போ ஃபாதரோட ஜோசப்பச்சனோட தியானம் நடந்துட்டு இருந்துச்சு. இங்கே அந்த தியானத்தை கேட்டபோது பரவாயில்லையே, ஞாயிற்றுக்கிழமை செவ்வாய்க்கிழமை யூடியூப்பில் போடுற தியானம் இங்கே நேராகவே நடக்குது, ஞாயிற்றுக்கிழமை அங்கே பார்க்கலாம் அப்படிங்கிற இதில் தொடர்ச்சியாக ஒரு 7 வாரம் எல்லா ஞாயிற்றுக்கிழமையும் இங்கே வந்தோம். எங்கள் வீட்டுக்கு இங்கேக்கும் 200 கிலோமீட்டர் தூரம் இருக்குது.
வர்றக்கு 200 கிலோமீட்டர், போகிறக்கு 200 கிலோமீட்டர். அப்போ எல்லா 7 வாரமும் இங்கே தியானம் தவறாமல் வந்து கலந்துக்கிட்டோம். கொஞ்சம் கொஞ்சமாக மாற தொடங்குச்சு. என்னுடைய கடன் கொஞ்சம் கொஞ்சமாக குறைய தொடங்குச்சு. இது கூட எனக்கு விவசாயம் இருக்குது, மாட்டு வியாபாரம் இருக்குது. இதுக்கு முன்னாடி பார்த்திங்கன்னா மாடு செத்து போயிடும், இல்லை கண்ணூட்டி சுகமில்லாமல் ஆகும், மாடு விற்காது. இந்த மண்ணை மிதிச்சதுக்கப்புறம் ஒவ்வொரு நாளும் வளர்ச்சியாக இருந்துச்சு. அதுக்கப்புறம் கொஞ்சம் கொஞ்சமாக கடன் குறைய தொடங்குச்சு. இந்த இடம் விற்குங்கிற நம்பிக்கையோடு இருந்தோம். அப்போ ஒவ்வொருத்தட்டையும் சொல்லுவேன், நான் 55 லட்சம் அல்ல 55 கோடி இருந்தாலும் எனக்கு பயம் இல்லை, நான் கிருபாசனத்தில் உடன்படிக்கை எடுத்திருக்கிறேன் அப்படிங்கிற தைரியம் வந்துச்சு. அதுக்கப்புறம் 18 மாதம் கழிஞ்சு இந்த இடம் நான் என்ன வேலை சொன்னால் அந்த வேலைக்கே விற்கவும் செஞ்சுது. அந்த இடம் விற்கிறதுக்கு முன்னாடி மாதாவிட்ட நேர்ந்துட்டு போயிருந்தேன். இந்த இடம் நல்ல முறையில் விற்றுருச்சுன்னா மாதாவுக்கு ஒரு தொகையை கொண்டு வந்து நான் கொடுக்கறேன்னு அதை கொடுத்துட்டும் போனேன். இது இடம் விற்கிறதுக்கு முன்னாடி விற்காமல் இருந்ததுனால ஒவ்வொரு தடவையும் அந்த தோட்டத்துக்கு போகிற போது போய் உப்பு போட்டு வருவோம். விசுவாச பிரமாணம் சொல்லி நானும் மகளும் போய் உப்பு போட்டு ஜெபம் பண்ணிட்டு வந்துட்டு இருப்போம். அப்படி இது கொஞ்ச நாள் கழிஞ்சதுக்கப்புறம் இந்த இடம் விற்கவும் செஞ்சது. இதில் என்ன இதுன்னா, பணம் இல்லாத கடனை வாங்கி ஒரு சமயத்தில் பெட்ரோல் அடிக்கிறதுக்கு கூட காசு இல்லை. லோக்கலில் பெட்ரோல் விற்கிறவங்கள்ட்ட ஒரு தடவை 2 தடவை கடனை அடித்தாச்சு. மறுபடி கேட்குறக்கு கஷ்டம், வேறு வழி இல்லை. மண்ணெண்ணெய் எடுத்து ஒரு பாட்டில் வச்சு வண்டியில் வச்சுக்குவேன். பெட்ரோல் தீர்ந்துச்சுன்னா அங்கேருந்து மண்ணெண்ணெய் ஊற்றி வந்துக்கலாம் வீட்டுக்கு வர்றதுக்குங்க. அந்த மாதிரி நிலைமையில் தான் நான் இருந்தேன். ஆனால் இந்த 55 லட்ச ரூபாயை கடனையும் கட்டி மறுபடி வியாபாரம் நல்லா நடந்துச்சு. அதுக்கு அடுத்ததாக இந்த இடம் விற்று மாதாவை கொடுக்க வேண்டியதை கொடுத்துமாச்சு. மறுபடியும் இந்த இடம் விற்று முடித்தா மதி, நமக்கு நீ ஒன்றும் வேணாம், கடன் இல்லாமல் இருந்தால் மதி. ஏற்கனவே நிறைய நிலமெல்லாம் இருக்குது, கடன் இல்லாமல் இருந்தால் மதிங்கிற ஒரு நிலைமையில் இருக்கும்போது மறுபடி கொஞ்சம் பணம் மிச்சம் இருந்ததுனால திரும்ப கொஞ்சம் இடம் வாங்கலான்னு சொன்னாங்க. விற்றது 1.5 ஏக்கர் 55 லட்சம் கடனுக்காக. திரும்ப வாங்கினது 1 ஏக்கர் 15 சென்ட் இடமும் மாதா வாங்குறதுக்கு கிருபை பண்ணாங்க. அந்த இடத்த வாங்கினதுக்கப்புறம் சும்மா வேண்டாம், நீ கடன் வேண்டாம் அப்படின்னு இருக்கிற போது போர் போடலாம்னு சொல்லி ஒருத்தர் வந்து கூப்பிடுறாரு. போர் வேண்டாம்னு சொன்னால், இல்லை நீங்கள் வாங்க, பணமெல்லாம் அப்புறம் தந்தால் மதி அப்படின்னு சொல்லி போர் ஓட்டி 1 ஏக்கர் 15 சென்ட் இடத்துல போர் ஓட்டி 545 அடியில் தண்ணி வந்ததை பார்த்தா ஒரு 15 ஏக்கர் பாய்க்கலாம், அவ்வளோ தண்ணி இருக்குது அந்த போரில். அப்போ ஒவ்வொருத்தரும் கேட்பாங்க, உங்களுக்கு மாத்திரம் இப்படியெல்லாம் கிடைக்குதுன்னா, நாங்கள் கிருபாசனம் போயிட்டுருக்கிறோம், கிருபாசனம் மாதா கொடுத்ததா இது எல்லாம் அப்படின்னு சொல்லுவோம். அடுத்ததாக 2வது என்னுடைய கிடைச்ச இது பண்ணால், குடும்பத்தில் சமாதானம் இல்லாமல் இருந்தோம். ஒவ்வொரு நாளும் சண்டை வரும். ஏன் வருது என்னான்னு தெரியாது. சாப்பிட்ற போகிற போது தான் சண்டை வரும். இந்த கிருபாசனம் வந்ததுக்கப்புறம், அதுக்கு முன்னாடி பார்த்தீங்க அப்படின்னா ஈஸ்டர் கிறிஸ்மஸுக்கெல்லாம் எங்கள் வீட்டில் கஞ்சி வைப்பாங்க. நானும் என் பையனை கடையில் சாப்பாடு வச்சு சாப்பிடுவோம். அந்த மாதிரி ஒரு நிலைமையில் இருந்தோம். ஆனால் அது கிருபாசனம் வந்ததுக்கப்புறம் அதுவும் மாறி போச்சு. 3வதாக என்னோடய மகன் வந்து எம்டெக் முடிச்சிருக்கா. எம்டெக் முடித்ததில் மேத்ஸில் ஃபெயில் ஆகிருந்தா. அது எழுத மாட்டேன்னு சொல்லிகிட்டு இருந்தா. அப்புறம் உப்பெல்லாம் போட்டு தண்ணி கொடுத்து சரி போ எழுது அப்படின்னு சொல்லி போகிறப்ப நெற்றியில் தைலம் பூசி கிருபாசன மாதாவோட உடன்படிக்கை காசி ரூபம் கொடுத்து விட்டோம். எக்ஸாம் எழுதி நல்ல மார்க்கோட நல்ல மதிப்பெண்ணோட பாஸ் ஆகிருக்கிறான். அடுத்ததாக வந்து இந்த 26/12/2024 ஒரு மாத்திரையை மாற்றி சாப்பிட்டதுனால, கேஸ்ட்ரிக் மாத்திரையை சாப்பிட்டதுனால எனக்கு திடீர்னு அலர்ஜி ஆச்சு. அலர்ஜி வந்து வாமிட், லூஸ் மோஷன் ஆகி உடம்பெல்லாம் தடிச்சிருச்சு. ஹாஸ்பிட்டலில் போய் டாக்டர் பார்த்து இன்ஜெக்ஷன் போட்டு எல்லாம் பண்ணி ரெடி ஆகிடுச்சு, போங்கன்னு வீட்டுக்கு அனுப்புனார். வீட்டுக்கு வர்றதுக்கு வெளியில் வந்து காரை ஏறும்போது திடீர்னு மறுபடி குழஞ்சி போய் விழுந்துட்டேன். விழுந்ததுக்கப்புறம் என்ன நடந்ததுன்னு எனக்கு தெரியாது. தூக்கிட்டு போய் தான் பெட்டில் போட்டிருக்கிறாங்க. பல்ஸ் எல்லாம் குறைஞ்சி போயிடுச்சு. உடனே எங்கள் மனைவிகிட்ட உடன்படி தைலமும் உப்பும் கையிலேயே இருந்துச்சு. அதை அப்போவே வச்சு ஜெபம் பண்ணதுனால அப்போ ஒரு 3 மணி நேரம் ட்ரீட்மெண்ட்டெல்லாம் கொடுத்து அந்த 3 மணி நேரத்துலேயே மறுபடியும் ரெடியாகி மறுபடியும் நல்ல முறையாக நடந்து வந்தேன். இதெல்லாம் எனக்கு மாதா கொடுத்த கிருபை. அடுத்ததாக காருண்ய பிரவர்த்தனம்னு சொல்லி சொன்னால், சனிக்கிழமைகளில் உபவாசம் வெள்ளிக்கிழமைகளில் சனிக்கிழமை உபவாசம் இருப்போம். வெள்ளிக்கிழமையில் நானும் என் பொண்ணும் போய் முடியாதவங்களுக்கு சாப்பாடு வீட்டில் போய் கொடுத்துட்டு வருவோம், ஒரு கொஞ்சம் பேருக்கு. மறுபடி 2 ஓல்டேஜ் ஹோம் இருக்குது. அந்த 2 ஓல்டேஜ் ஹோமுக்கும் மாதம் எங்களால் முடிஞ்ச அளவுக்கு காய்கறிகள் பணமாக கொடுக்க மாட்டோம். காய்கறிகள் எவ்வளோ வாங்கி கொடுக்க முடியுமோ அவங்களுக்கு தேவையான அளவுக்கு 2 ஓல்டேஜ் ஹோமுக்கு ஒரு HIV பாதித்தவங்க இருக்கிற 64 பேர் இருக்கிற ஒரு இடமும், மறுபடியும் முதியோர் இல்லம்னு 64 பேர் இருக்கிற ஒரு இடத்துக்கும் காய்கறிகள் வாங்கி கொடுத்துருவோம்.
அதுக்கப்புறம் என்னோடய மனைவியும் மகனுமா தனியாக அவங்களும் செய்வாங்க, அவங்கள்ட்ட கொடுக்குறேன். என்னோடய பேர் ஜோஸ்பின் கிறிஸ்டி. நான் வந்து 5/10/2024 அன்னைக்கு உடன்படிக்கை எடுத்தது. உடன்படிக்கை இடத்துல வச்ச காரியம், நான் வந்து ஆன்மீகத்தில் முன்னேற்றம் அடையணுங்கிறதுக்காக உடன்படிக்கையில் வச்சுருந்தேன். அது வந்து ஆன்மீகத்தில் நிறைய வளர்ச்சியும் முன்னேற்றம் எனக்கு கிடைச்சிது. இன்னுமாக உடன்படிக்கை பொருட்கள் மூலம் எனக்கு கிடைச்ச ஆசீர்வாதங்கிறது வந்து, என்னோடய காலில் வந்து வெரிகோஸ் வெயின் இருக்குது. அது வந்து ரொம்ப நேரம் நிற்க முடியாது. குறிப்பாக ஆலயத்தில் வந்து திருப்பலிக்கு போகும்போது எல்லோரும் ஒரு கொஞ்சம் நேரம் நிற்கவும் முடியாது, உட்கார முடியாது, முட்டி போட முடியாது. அந்த நேரத்தில் வந்து என்னால் வந்து பக்தியாக ஜெபம் திருப்பலியில் பங்கெடுக்க முடியாத நிலைமை. உடன்படிக்கை தைலம் வச்ச அப்புறம் என்ற வெரிகோஸ் வெயின் வந்து அந்த நரம்பு சுரண்டது வந்து குறையில, இருந்தாலும் வலி முழுவதும் மாறிப்போச்சு. இப்போது நான் வந்து எவ்வளோ நேரம் முட்டி போடவோ நிற்கவோ உட்காரவோ எல்லாத்துக்கும் எனக்கு ரொம்ப முடியறது. அதில் வந்து எனக்கு மாதா கொடுத்த ஆசீர்வாதம். இன்னொன்று வந்து என்ற குதிங்காலில் வந்து எலும்பு வளர்ந்து கொஞ்சம் அதில் வந்து நீர் கோர்த்துருக்கிறதுனால என்னால் வந்து உட்காந்து போட்டு எணிச்சு அதிகமாக வந்து திருப்பலியில் வந்து திவ்ய நற்கரணை எடுக்க மாட்டேன். எல்லாருக்கும் முன்னாடி கால் முண்டி போகும்போது எனக்கு சில நேரம் ஒரு கஷ்டமாக இருக்கனால அதிகமாக எடுக்க மாட்டேன். அந்த பிரச்சனையில் வந்து எப்படின்னா, உடன்படிக்கை தைலமும் உப்பு தண்ணியில் போட்டு குதிங்கால் அந்த இடத்துல வச்சு அது மூலம் எனக்கு நிறையா அந்த பிரச்சனை மாறி போச்சு. அதுக்கு முன்னாடி நான் வந்து டாக்டர்கிட்ட போய் காட்டியிருந்தேன். அவங்க சொன்னாங்க இதை ஆப்ரேஷன் பண்ணினா தான் அது சரியாகும் அப்படின்னாங்க. நாங்கள் அதுக்கு போகலை. அதுக்கப்புறம் வந்து பாத உளிச்சல்னு சொல்லிட்டு ஒரு வைத்தியம் இருந்து அதுலேயும் போய் கலந்துட்டேன். அது வந்து அப்போ செய்யும்போது பயங்கரமாக வலிக்கும். ஒரு கட்டையை வச்சு உருட்டுவாங்க, பயங்கர வலிக்கும். உப்பு தண்ணி போட்டு காலில் வந்து செய்ய சொல்லுவாங்க. அதனால ஒரு வருஷமாக வாரத்துக்கு ஒரு நாள் போய் அப்படி ஒளிஞ்சிட்டு வந்தோம். அதுலேயும் எனக்கு சரியாகலை. இந்த கிருபாசனம் என்னைக்கு நாங்கள் வந்தோமோ அதிலிருந்து எந்த பிரச்சனையும் உப்பு தைலத்தின் மூலம் எனக்கு கிடைச்ச பெரிய ஆசீர்வாதம் இது. இன்னுமாக வந்து திருப்பலியில் வந்து நான் எந்த அளவுக்கு நான் வந்து பக்தியோட இப்போ பங்கெடுக்கிறேன்னா, ஒவ்வொரு நாளும் திருப்பலியில் வந்து தாகத்தோடு கலந்துக்குவேன். திவ்ய நற்கரணை எடுக்கிறதுலையும் அதே போல் எழுந்தேற்ற நேரத்துலையும் எனக்கு இருக்கிற பயங்கர ஒரு விசுவாச நம்பிக்கை. உண்மையாலும் ஆண்டவர் அந்த இடத்துல திவ்ய நற்கரணையில் இருக்கிறாங்கங்கிறதுல அதில் ஒரு பயபக்தியோடு கலந்துக்கிறது. 2 வாரத்துக்கு ஒருக்கா பாவ சங்கத்தனை எடுக்கிறது, வாரத்துக்கு ஒரு நாள் உபவாசம் இருந்து கவர்மெண்ட் ஆஸ்பத்திரியில் போய் நோயாளிகளை பார்த்து அவங்களுக்கு என்ன ஒரு 2 பேர் அல்லது 5 பேருக்குள்ளே சாப்பாடு கொடுக்கறது, அவர்களுக்கு டீ செலவுக்கு ஏதாவது போக முடியாதவங்களுக்கு வாங்கி கொடுப்பேன். அப்படி யாருக்கு எது செஞ்சாலும் நான் செஞ்சது மதிங்கிற ஒரு எண்ணம் எனக்கு வராது. இன்னும் நான் வந்து அதிகமாக செஞ்சுருக்கணுங்கிற ஒரு எண்ணம் தான் எனக்கு ஒரு வழியை நான் செஞ்சது மதிங்கிறது ஒரு எண்ணம் எனக்கு வராது. அப்புறம் வந்து கிருபாசன பத்திரிக்கை கொடுக்குறதுல வந்து எனக்கு பயங்கர சந்தோஷம். எல்லாத்த விட பயங்கர சந்தோஷம் கிருபாசன பத்திரிக்கை கொடுக்குறதா. ஒவ்வொருத்தர்கிட்டையும் ஓடி போய் சொல்லி மாதாவை பற்றி சொல்கிறது. மாதா மூலம் ஆண்டவர் வந்து எவ்வளவு ஒரு கல்யாணத்தில் எப்படி அன்னைக்கு நடந்ததோ அது இன்றைக்கி இந்த கிருபாசனத்தில் நடந்துகிட்ருக்குதுன்னு சொல்லி ஒவ்வொருத்தர்கிட்டையும் சொல்லி பேப்பரை கொடுக்குறது எனக்கு வந்து ரொம்ப ஒரு சந்தோஷம். அது வந்து எதுக்கு ஈடாகாதுன்னு நான் நம்புகிறேன், நான் விசுவாசிக்கிறேன். மற்றவங்களுக்கு அது புரியுதோ தெரியாது. அதில் வந்து நிறைய சந்தோஷம். நேற்று கூட கொண்டாந்து கொடுக்குற பசி தாகம் எதுவுமே இருக்காது எனக்கு. என்னோடய குறிக்கோள் வந்து பேப்பரை கொடுமா கிருபாசன பத்திரிக்கை கொடுக்குறதா. இப்படி ஒரு ஆசீர்வாதம் இது இந்த இடத்துல இன்றைக்கி நான் வந்து குடும்பமாக நின்று சாட்சி சொல்கிறதுக்கு மாதா வந்து இந்த அருகதியை கொடுத்ததுக்கு வந்து நான் எத்தனை நன்றி சொன்னாலும் ஆண்டவருக்கும் மாதாவுக்கு நான் நன்றி சொன்னாலும் தகாது. ஏன்னா எத்தனையோ பேர் 4 பேர் இதை குடும்பமாக சாட்சி சொல்லும்போது நான் அழுது அந்த சாட்சிகளை நான் கேட்டிருக்கிறேன். என் பேர் ஜெஸ்லின் ஜோ. நான் பிஃபார்ம் ஸ்டூடெண்ட். ஏன்னா நான் இப்போ வந்து எங்கள் அப்பாவோட உடன்படிக்கையிலையும் அம்மாவோட உடன்படிக்கையிலையும் எனக்கு கிடைச்ச அனுபவங்களை பற்றி சொல்கிறேன். நான் ஒரு ஆவரேஜ் ஸ்டூடெண்ட் தான். எல்லா எக்ஸாம் அப்போவும் செமஸ்டர் எக்ஸாம் அப்போவும் ஏதோ ஒரு விதத்தில் படிக்க முடியாமல் போயிடும். ஃபுல்லாக ஒரு சிலபஸ் கூட கம்ப்ளீட் பண்ணாமல் தான் எக்ஸாமுக்கு போகிற நிலமையில் இருக்கும். ஏதோ ஒரு விதத்தில் பாடி பெயினோ இல்லை எக்ஸாமுக்கு முன்னாடி நைட்டு கூட படிக்க முடியாமல் தூங்கிடுவேன். ஆனால் அந்த பாதி சிலபஸ் கூட படிச்சுட்டு போயிட்டு இப்போ என்னால் 7 செமஸ்டர் எழுதியிருக்கேன். 7 செமஸ்டரில் என்னால் பாஸ் ஆக முடிஞ்சது. அதுக்கான நான் உடன்படிக்கை தைலமும் உப்பும் வச்சு தான் எல்லா எக்ஸாமையும் எழுதினேன். மாதம் என் கூட இருந்ததுனால மட்டும்தான் இத்தனை சப்ஜெக்டில் என்னால் பாஸ் ஆக முடிஞ்சு. இப்போது நான் 7/12/2024 அப்போ நானும் உடன்படிக்கை எடுத்து உடன்படிக்கை காரியங்கள் நானும் முன்னாடி போயிட்டுருக்கேன். இத்தனையும் காரியங்கள் எனக்கு சாதிச்சு தந்த மாதாவுக்கும் இயேசுக்கும் கோடானு நன்றி. கிருபாசனம் பேப்பர் கொடுக்குறது நாங்கள் வந்துட்டு தமிழ்நாட்டுக்குள்ளே எங்கள் வீட்டிலேருந்து 100 கிலோமீட்டருக்கு அந்த பக்கம் இருக்கிற இடத்துக்கெல்லாம் தான் போய் தான் கொடுக்குறோம். சத்தியமங்கலத்தை, ஈரோடு மாவட்டம் புளியம்பட்டி, லூர்துபுரம், அதே மாதிரி திருப்பூர் மாவட்டத்தை பார்த்துக்கிட்டா அவனாசி, கோயம்புத்தூர் பக்கம் இருக்கிற கருமத்தம்பட்டி, பூமலூர், இந்த மாதிரி இடத்துக்கெல்லாம் போய் கொடுக்குறோம். வேளாங்கண்ணி போகிற போது பேப்பர் கொண்டு தான் போவோம். அதே மாதிரி திருநெல்வேலி மாவட்டம்
புளியம்பட்டி போகிற போது அங்கேயும் பேப்பர் கொண்டு போவோம். நாங்கள் எங்கெல்லாம் வெளியூருக்கு போகிறோமோ அங்கெல்லாம் பேப்பர் கொண்டு போய் கொடுப்போம். இந்த மாதிரி நாங்கள் மாதாவுக்காக வேண்டி செஞ்சிட்ருக்கிறோம். அதுக்கு மாதா எங்களுக்கு எவ்வளோ செய்கிறாங்கன்னு சொல்ல முடியாது. நாங்கள் இப்போ சொன்னது குறைவு. இன்னும் எத்தனையோ செஞ்சுருக்குறாங்க. 6 கோரிக்கையில் 60, 600ன்னு கூட சொல்லலாம். அத்தனை வளர்ச்சி எங்களுடைய வளர்ச்சி. ഇത്രയും സെഞ്ച മാതാവുക്കും ഇറയമകൻ യേശുവുക്കും കോടാന കോടി നന്ദി. എൻ്റെ പേര് സോഫിയ കുര്യൻ. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. ഇതെൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. സാക്ഷ്യം പറയാൻ അവസരം തന്നതിന് കൃപാസന മാതാവിനോടും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ ദുബായിലാണ് ഞങ്ങൾ 27 വർഷമായിട്ട് താമസിക്കുന്നത്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് എയർലൈനിലായതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എവറി 2 months ഇവിടെ വരാറുണ്ട്. ഇവിടെ വന്ന് ചിലപ്പോൾ 2-3 മാസം താമസിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ 2000-ലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്, ജനുവരിയിൽ. അപ്പോൾ അതിന് ശേഷം 5 വർഷത്തിനുള്ളിൽ എപ്പോൾ ഇവിടെ വന്നാലും ആദ്യം ഇവിടെ മാതാവിൻ്റെ അടുത്ത് വരും. അതിന് ശേഷം ബാക്കിയുള്ളിടത്തും പോകത്തുള്ളൂ. അപ്പം ഈ കഴിഞ്ഞ 2024 മെയ് മാസം ഞാനിവിടെ വന്നു. ഇതിപ്പോൾ ഞാൻ എൻ്റെ 11ാമത്തെ ഉടമ്പടി പുതുക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ മെയിൽ ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ വന്ന് ആസ് യൂഷ്വൽ പിറ്റേന്ന് തന്നെ ഇങ്ങോട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് ഒറ്റയ്ക്കാണ് ഞാൻ വരുന്നത് എറണാകുളത്ത് നിന്ന്. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ ഒരു ഭയങ്കര ഫീലിംഗ്, ഒരു ഉൾപ്രേരണ പോലെ ഉടമ്പടി കാശുരൂപ എടുത്ത് മടിയിൽ വെക്കുന്നത്. അതായത് ഉടമ്പടി കാശുരൂപ ഞാൻ എപ്പോഴും ഒരു ചെറിയ പൗച്ചിലാണ് വെക്കുന്നത്. ആ പൗച്ച് എപ്പോഴും എൻ്റെ പേഴ്സണൽ ഒരു സൈഡ് പൗച്ചിലായിട്ട് എൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് വെക്കാറുള്ളത്. സീറ്റിൽ വേറെ ആരും ഇല്ലതാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ആവശ്യം എന്താ, ഉടമ്പടി കാശും തൊട്ടടുത്ത് തന്നെയല്ല. ഞാൻ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ഗേറ്റ് തുറന്നു, വണ്ടി വീണ്ടും ഗേറ്റ് പൂട്ടിയിട്ട് തിരിച്ച് വണ്ടി വീണ്ടും കയറുമ്പം വീണ്ടും അതേ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫീലിംഗ്. അപ്പം വീണ്ടും ഞാനത് ഇഗ്നോർ ചെയ്ത് മുന്നോട്ട് വണ്ടി എടുത്തു. വണ്ടി ഒന്ന് പോക്കറ്റ് റോഡിൽ ജോയിൻ ചെയ്തപ്പോഴത്തേക്കും ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഉള്ളി എന്ന് പറയുന്നു കാശുരൂപ എടുത്ത് മടി വെക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി എന്തോ സംഭവിക്കാൻ പോകുന്നു. അപ്പം ഞാൻ വണ്ടി അവിടെ നിർത്തി സൈഡിൽ ഒതുക്കിയിട്ട് കാശുരൂപ എടുത്ത് എൻ്റെ മടിയിലായിട്ട് വെച്ചു. അപ്പോൾ ഇങ്ങനെ മടി വെച്ചിട്ട് ഞാൻ ഡ്രൈവ് ചെയ്ത് വരുവാണ്. അപ്പം ഞാനൊരു ചേർത്തല എത്താറായപ്പോഴത്തേക്കും റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ട് റോഡ് വന്നെന്നുള്ളത് ഒറ്റ റോഡായി ജോയിൻ ചെയ്തു. ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ നല്ല ഹൈറ്റിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡിൻ്റെ. റൈറ്റ് സൈഡിൽ താഴ്ന്നതാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു പോക്കറ്റ് റോഡ് വന്ന് റോഡിലേക്ക് ജോയിൻ ചെയ്യുന്നതാണ് കാണാം. അപ്പോൾ ഉച്ച കഴിഞ്ഞ സമയമാണ്, അങ്ങനെ അധികം വണ്ടികളില്ല, ആൾക്കാരും അധികം ഇല്ല റോഡിൽ. അപ്പോൾ ഒരു ബൈക്കുകാരൻ അവിടെ ബൈക്കിലിങ്ങനെ നിൽക്കുന്നത് ഞാൻ ആ റോഡിലേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടു. അപ്പം കുറച്ച് ഫ്രണ്ടിലേക്ക് കയറി കഴിഞ്ഞു. കൃത്യം അയാളുടെ ഫ്രണ്ടിൽ എത്തിയപ്പോഴത്തേക്കും അയാൾ ബൈക്കും കൊണ്ട് വന്ന് നേരെ റോഡ് ക്രോസ് ചെയ്തിട്ട് എൻ്റെ കാലിരിക്കുന്ന ആ ഭാഗത്തോട്ട്, അതായത് റൈറ്റ് സൈഡിലെ ഡ്രൈവറുടെ സീറ്റിലേക്ക് വന്ന് ഭയങ്കര സ്ട്രോങ് ആയിട്ട് വന്ന് ഇടിച്ചിട്ട് അയാൾ എൻ്റെ ഫ്രണ്ടിൽ വീഴുന്നു. ഞാൻ നോക്കുമ്പോൾ കതവ് തുറക്കാൻ നോക്കുമ്പോൾ എനിക്ക് ഡോറ് തുറക്കാൻ പറ്റുന്നില്ല, അത് ജാമായിപ്പോയി. അപ്പം ഞാൻ അടുത്ത സീറ്റിലെ ഡോറ് തുറന്നിട്ട് ഞാൻ ഓടി അടുത്തെത്തിയപ്പോഴത്തേക്കും അയാൾ ചാടി കയറി വണ്ടിയിൽ കയറി ഒരൊറ്റ പിടിപ്പേര്, അതും ഈ ആലപ്പി സൈഡിലേക്ക്. അപ്പം ഞാൻ വണ്ടടിക്കുമായിരുന്നു, കാരണം അയാൾക്ക് റോഡിലേക്ക് കയറിയിട്ട് നേരെ എന്നെ ഓവർടേക്ക് ചെയ്ത് പോയാൽ മതിയായിരുന്നു. പക്ഷേ അതിന് പകരം അയാൾ നേരെ കയറി വന്ന് എന്നെ ഇടിക്കുമായിരുന്നു ചെയ്തത്. അപ്പം മുതൽ അത് മെയിലാണ് സംഭവിച്ചത്. ഞാൻ തിരിച്ചു പോയി. അപ്പം മുതൽ അതെൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ ആ ചോദ്യമായിട്ടിരിക്കുക, എന്തുകൊണ്ടാണ് അയാൾ എന്നെ വന്ന് ഇടിച്ചത്? അയാൾക്ക് കണ്ടിട്ട് അയാൾക്ക് ഒന്നും പറ്റിയില്ല, വണ്ടിക്ക് ഒന്നും പറ്റില്ല, അങ്ങനെ ഒരു തോന്നലും. അപ്പോൾ അതിനുശേഷം ഞാൻ 2024 ഓഗസ്റ്റിൽ തിരിച്ച് വീണ്ടും വന്നു. അപ്പം ആ സമയത്ത് ഞാനൊരു കുറച്ച് ഡ്യൂറേഷൻ കൂടുതലുള്ള ഒരു ധ്യാനം കൂടാൻ പോയി. എൽ റുഹ ധ്യാന കേന്ദ്രം കാലിക്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ അവിടെ കൗൺസിലിങ് 5ാമത്തെ ദിവസം കൗൺസിലിങ്ങിൻ്റെ സെഷനിൽ ആ കൗൺസിലർ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ഇപ്പോൾ ഇങ്ങോട്ട് ഓടിച്ചു വന്ന വണ്ടി, ആ വണ്ടിയുടെ ഡ്രൈവർ സീറ്റിൻ്റെ താഴത്തെ ഭാഗം, അതായത് നിൻ്റെ കാല് വയ്ക്കുന്ന ഭാഗത്ത് അവിടെ എന്താ സംഭവിച്ചതെന്ന്. പക്ഷേ വണ്ടിയിലൊന്നും കാണത്തില്ല, കാരണം ഞാൻ ഈ ആക്സിഡൻറ്റിന് ശേഷം ഞാൻ ഇൻഷുറൻസിലുണ്ട്, ക്ലെയിം ചെയ്തായിരുന്നു, വണ്ടി സർവീസിങ് എല്ലാം ചെയ്ത് നോർമൽ പോലെ തന്നെ. അപ്പം എനിക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തെന്ന് പുള്ളിക്ക്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. അപ്പം ആ ബ്രദർ പറഞ്ഞു, നീ അന്ന് വണ്ടി എടുത്തപ്പം നിൻ്റെ ഒരു സൈഡിൽ ഈശോയും മറു സൈഡിൽ മാതാവും ഇരിപ്പുണ്ടായിരുന്നു. ആ വ്യക്തി എന്ന് പറയുന്ന ആൾ ഒരു സാത്താൻ പ്രേരിപ്പിച്ച് വെച്ചിരുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഉടമ്പടിയിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചെയ്യുന്നത് പ്രേക്ഷിത വേലയാണ്. ഞാൻ മാക്സിമം എല്ലാ തരത്തിലും, അതായത് ഇവിടുന്ന് പോകുമ്പോൾ പല ഭാഷകളുള്ള പത്രങ്ങൾ അവിടെ ദുബായിൽ അവരുടെ ഓരോ മാസം, ഇപ്പം ഇംഗ്ലീഷ് മാസം സാധാരണ പോകുന്നത്, അതുകൂടാതെ തമിഴുണ്ട്, തെലുങ്കുണ്ട്, കൊങ്കണിയുണ്ട്, അങ്ങനെ ആ ഓരോ ഭാഷകളിലും
അവരുടെ കുർബാനയുടെ സമയത്ത് മാസത്തിൽ അല്ല ആഴ്ചയിൽ ഒന്നൊക്കെ വീതം അങ്ങനത്തെ കുർബാന ഉണ്ടാവുള്ളൂ ഭാഷകളുള്ള. അപ്പോൾ ഞാൻ അത് അറ്റൻഡ് ചെയ്തിട്ട് ആ മാസത്തിന് ശേഷം അവർക്ക് അധികം ആർക്കും അറിയത്തുണ്ടാവില്ല. അത് ഞാൻ വിവരിച്ച് കൊടുത്തിട്ടാണ് പത്രം കൊടുക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ബോംബെയിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ ബ്രദറിലോ ഉണ്ട് സിസ്റ്ററിലോ ഉണ്ട് ബോംബെയിൽ കുറച്ച് പേര്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇടയ്ക്ക് 7-8 കെട്ട്, ചിലപ്പം 10-12 കെട്ട് പല ഭാഷകളുള്ള മറാഠി, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, അങ്ങനെ കുറേ ഭാഷകൾ മേടിച്ച് ഞാൻ അവർക്ക് അയച്ചു കൊടുക്കും. എൻ്റെ സിസ്റ്ററിലേക്ക് അയക്കും, ബ്രദറിലേക്ക് അയക്കും. കൂടാതെ ഞാൻ തന്നെ ഇവിടുന്ന് 4-5 വരുമ്പോൾ ആദ്യം തന്നെ വന്നിട്ട് കുറേ പത്രങ്ങൾ മേടിച്ച് പല ഭാഗങ്ങളായിട്ട്, അതായത് ഒരു ദിവസം റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ അടുത്ത ദിവസം ബസ് സ്റ്റോപ്പ്, അടുത്ത ദിവസം മാർക്കറ്റ്, പിന്നെ ചില റിമോട്ടായിട്ടുള്ളടത്ത് ഞാൻ വണ്ടി ഓടിച്ചു പോയി ഒരു സൈഡിൽ നിർത്തിയിട്ട് കുറേ കടകൾ ഇങ്ങനെ കയറി ഇറങ്ങി, വീടുകൾ കയറി ഇറങ്ങി, അങ്ങനെയാണ് ഞാൻ പ്രേക്ഷിച്ചത് എല്ലായിടത്തും. പിന്നെ യങ്സ്റ്റേഴ്സിന് മറൈൻ ഡ്രൈവിൽ വാക്ക് വേ എന്ന് പറഞ്ഞ ഒരു 2-2.5 കിലോമീറ്റർ ഉണ്ട്. അത് ഞാൻ 2-3 പ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടാണ് പത്രം കൊടുക്കുന്നത്. യങ്സ്റ്റേഴ്സിനെയൊക്കെ ഞാൻ ടാർഗറ്റ് ചെയ്ത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം കൂടുതലാണ്. അപ്പോൾ ആ ബ്രദർ പറഞ്ഞനുസരിച്ച് ഇനി ദൈവത്തിൻ്റെ വേല ചെയ്യുന്നു, അത് സാത്താൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അയാൾ സാധാരണ പ്രേരിതമായിട്ടാണ് അങ്ങനെ ചെയ്തതെന്നുള്ളത്. അതായത് അവിടെ അപ്പം ബ്രദർ പറഞ്ഞു, ധ്യാനകേന്ദ്രത്തിൽ ബ്രദർ പറഞ്ഞു, നീ ഒരു മാതാവിൻ്റെയാണ്, കൃപാസന മാതാവിൻ്റെയാണ് അത്ഭുതം നടന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അത് വെളിപ്പെട്ട് കിട്ടിയത്, അതിൻ്റെ നിർവചനം കിട്ടിയത് ഈ ധ്യാനകേന്ദ്രത്തിൽ വെച്ചാണ്. അപ്പം നീ അത് ഇവിടുത്തെ സ്റ്റേജിൽ കയറി നിന്ന് സാക്ഷ്യം പറയണമെന്ന്. അങ്ങനെ അന്നത്തെ ദിവസം അവിടെ അവസാന ദിവസം സ്റ്റേജിൽ കയറി നിന്ന്, അതായത് എൽറുവ ധ്യാനകേന്ദ്രത്തിൻ്റെ സ്റ്റേജിൽ കയറി നിന്ന് കൃപാസന മാതാവിൻ്റെ സാക്ഷ്യം ഞാൻ പറഞ്ഞു. അതുമാത്രമല്ല, ഞാൻ ധ്യാനത്തിന് ചെന്നപ്പോൾ തന്നെ ക്യൂ നിൽക്കുമ്പോൾ തന്നെ ടോക്കൺ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 350-400ഓളം പേരുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് എൻ്റെ കയ്യിലും പത്രം ഉണ്ടായിരുന്നില്ല, എല്ലാ പത്രമെല്ലാം തീർന്നായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ മാതാവിനോട് മനസ്സിൽ പറഞ്ഞു, അമ്മേ ഇത്രയും പേരുണ്ട്, ഇത്രയും പേരൊക്കെ എടുത്ത് കുറേ പേരുടെ അടുത്തേലും പറയാമായിരുന്നു മാതാവിനെക്കുറിച്ച്, എൻ്റെ കയ്യിൽ പത്രം പോലും ഇല്ലല്ലോ എന്ന്. പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്ക് ബോധ്യം വന്നത്, മാതാവ് പത്രം കൊടുക്കുന്നതിന് പകരം അവരുടെ സ്റ്റേജിൽ കയറ്റി എന്നെ നിർത്തി മാതാവിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് സാക്ഷ്യം അങ്ങനെ കേൾക്കാൻ ഇടവരുത്തി എന്നുള്ളതാണ്. പിന്നെ എൻ്റെ വേറൊരു പഴയൊരു രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യം ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു. ആക്ച്വലി എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം മുതൽ വെച്ചിരുന്നാൽ എനിക്ക് പോളിന്യൂറോപ്പതി, അതായത് കാലിൻ്റെ ഫീറ്റിനകത്ത് ഭയങ്കര ബേണിങ് സെൻസേഷനാണ്, ചുട്ടുപൊള്ളുന്ന അനുഭവമായിരുന്നു. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാല് വെച്ചിട്ട് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര ബേണിംഗ് ആണ്. നമുക്ക് ചെരുപ്പില്ലാതെ ഒന്നും ഒരിടത്ത് നിൽക്കണം, ഭയങ്കര ബേണിങ് സെൻസേഷനായിരുന്നു. കുറേ മെഡിക്കേഷൻ 3-4 വർഷം കഴിച്ചതാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ഉടമ്പടിയിൽ മുതൽ വെച്ചിരുന്നു, 1, 2, 3 ഉടമ്പടിയും കണ്ട് വെച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അതിനെക്കുറിച്ച് മറന്നുപോയി. ഞാനത് റിയലൈസ് ചെയ്തില്ല അത് എപ്പോഴാണ് എൻ്റെ ശരീരത്തിൽ നിന്ന് പോയെന്നുള്ളത്. അതും ഒരു രോഗസൗഖ്യമായിട്ട് ഞാൻ വെക്കുന്നു. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ഇവിടെയാണ് കൂടുതൽ കാരുണ്യപ്രവൃത്തി എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ വീടിനടുത്ത് ഒരു ഹൗസ് ഓഫ് ചാരിറ്റി ഉണ്ട്. അവിടെ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അവരെ കുളിപ്പിക്കുക, പിന്നെ ഫുഡ് കൊടുക്കുക, അതുപോലെ ഫുഡ് ഉണ്ടാക്കാനും പാത്രം കഴുകാനും തുടയ്ക്കാനും എവർക്കാനും ഏത് മീനി ചെയ്യണമാണ് അതെല്ലാം ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ വേറെ സാമ്പത്തികമായിട്ടും കൊടുക്കാറുണ്ട്. നേരത്തെയൊക്കെ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഓൾഡ് ഏജ് ഹോമോ അല്ലെങ്കിൽ ഓർഫനേജ് അങ്ങനെ ഗൂഗിളിൽ സെലക്ട് ചെയ്തൊരു ലിസ്റ്റ് ഉണ്ടാക്കി അതനുസരിച്ചായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെയാണിപ്പോൾ ഈ ഹൗസ് ഓഫ് ചാരിറ്റിയിൽ ഞാൻ കൂടുതൽ ഇതായിട്ട് ചെയ്യാൻ തന്നത്. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യം, ഞാൻ ഇവിടുന്ന് കൃപാസനത്തിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ വണ്ടിയിൽ ഒറ്റയ്ക്കായിരിക്കും. അപ്പം ഞാനിവിടെ ആ ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ട് ആളുകളുടെ അടുത്ത് ചോദിക്കും, ആരെങ്കിലും എറണാകുളം വരുന്നുണ്ടോ, ഫ്രീ റൈഡ് കൊടുക്കും. അങ്ങനെ ഒരുമാതിരിപ്പെട്ട് ഞാൻ എപ്പോഴും തന്നെ തിരിച്ചു പോയാലും വണ്ടി നിറയെ ആൾക്കാരുമായിട്ടാണ് ഞാൻ പോകുന്നത്. ഓരോരുത്തർക്കും അവരവരെ ഡ്രോപ്പ് ചെയ്യേണ്ട സമയത്ത് ഞാൻ ചെയ്യാറുണ്ട്. തിരുക്കുമാരനും അമ്മ മാതാവിനും വളരെയേറെ നന്ദി.